ഉണ്ടാക്കി കയറി പറയണം. അതാണ് എന്റെ കൊച്ചിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ ഞങ്ങൾ കോട്ടയിലൂടെ പോവുകയാണ്. അടുത്തത് ഞങ്ങൾ ഷോപ്പിലെത്തി, സാധനങ്ങളൊക്കെ അവിടെ കൊടുത്തു, മേക്കപ്പിന്റെ സാധനങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ കോട്ടയിൽ റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി, ട്രെയിൻ കാത്തിരിക്കുന്നു. 6:10 ട്രെയിനിൽ ഞങ്ങൾ പോകും. ഷോപ്പിൽ നിന്നൊരു ബലൂൺ കിട്ടി, അതും കൊണ്ടാണ് കേൾക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി. അവിടെ ചെന്നിട്ടില്ല. എന്റെ ബാഗിൽ നിന്ന് എന്റെ ഫോൺ അവന്റെ അങ്ങനെ ഞങ്ങൾ തെരുവോരങ്ങളിലൂടെ നടക്കുകയാണ്. ഹായ് ഹായ്. ഇവിടെ വന്നാൽ ഇങ്ങനെ കാണാം, നിറച്ച് ഹായ് അമ്മ, നല്ല ഇരിക്കേ. അയ്യോ ഇതെന്റെ റെഡി. വീഡിയോ എടുക്കണേ. ഇന്ന് പടക്കം വെച്ച് പക്ഷെ ഞാൻ ഇതാണ് പടക്കം. ഇവിടെ എന്റെ പുറച്ചെറുക്കനും എന്റെ അണ്ണനും ബുക്കിങ്ങിലാണ്. ആമ പടത്താണ്. പോയി പട്ടാസ് പിടിച്ചു. ഇത്രേ എന്റെ കയ്യിലുള്ളൂ, ബാക്കി അവർ കൊണ്ടുപോയി. ഇവിടെ എനിക്ക് സൗണ്ട് ഓവർ കൊടുക്കാനേ പറ്റൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തമിഴ് പാട്ടാണ് ഇട്ടേക്കുന്നത്. എന്തായാലും എനിക്ക് കോപ്പിറൈറ്റ് വരും. കാരണം എൻ്റെ കുറേ വീഡിയോസിൽ കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് ഞാൻ അതിനെ കട്ട് ചെയ്തിട്ടിടുകയാണ്. അവിടെ എല്ലാവരും ഉണ്ട്, അനുവൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, മാമനും എല്ലാവരും ആ വീഡിയോസ്. ഇതിലെല്ലാത്തിലും എനിക്ക് വോയിസ് കൊടുക്കാനേ പറ്റത്തുള്ളൂ. എൻ്റെ കുറേ കുട്ടികളത് എല്ലാവരും പടക്കം പൊട്ടിക്കുന്നു. ഹരീഷും എല്ലാവരും കേശൂട്ടനുണ്ട്. കേശൂട്ടന് പേടിയാണ് പടക്കം. പിന്നെ മാറി നിൽക്കേണ്ട കേശൂട്ടൻ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. പടക്കം പൊട്ടി ഞാനൊന്ന് പേടിച്ചു പോയി. അയ്യോ എൻ്റെ ചെവി പൊട്ടിപ്പോയി. കാരണം നമ്മൾ അറിയത്തില്ലല്ലോ. ഹരീഷിനൊന്നും ഒരു പേടി പോലും ഇല്ല, അങ്ങ് പൊട്ടിക്കുകയാണ്. ശിവത അടുത്തോട്ട് പോയി നിന്ന് പൊട്ടിക്കാൻ പോണു. കിഷോർ എല്ലാവരും വന്ന്. പിന്നെ ആകെ ഒരു ബഹളമായിരുന്നു. മയക്കും പിടിച്ചോണ്ട് അനുവും എൻ്റെ കസിനാണത്, കസിനാണ് അവളും കൂടെ. പിന്നെ അവിടെ ഡാൻസ് ഏതൊരു ഹിന്ദിക്കാരൻ ചെറുക്കനാണ്. ഹിന്ദിക്കാരൻ ചെറുക്കൻ അവിടെ പാട്ടിട്ടപ്പോൾ അതിനനുസരിച്ച് അങ്ങ് തുള്ളായിരുന്നു. പക്ഷെ നല്ല വൈബാണ്. എനിക്ക് ഞാൻ ഇവിടെ ദീപാവലിക്ക് പോകുന്നതിൻ്റെ കാരണം തന്നെ ഈ ഒരു വൈബ് ഉള്ളത് കൊണ്ടാണ്. കാരണം എല്ലാവരും ഒരു വൈബാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടക്കാൻ പോകുന്നത്. ഹരീഷിൻ്റെ ഫ്രണ്ട്സാണ് അവിടെ ഉള്ളത്, പിന്നെ എൻ്റെ കസിൻ ബ്രദേഴ്സും ഉണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തോടെ. ഇത് ഒരു ദിവസത്തെ വീഡിയോ, അതായത് തലേ ദിവസത്തെ വീഡിയോ ആണ്. ഹരീഷ് എന്തൊക്കെയോ പറയുകയാണ് എല്ലാവരുടെ അടുത്തും. ഞാനും കൂടെ ഫോണിൽ ഞോണ്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോയിൽ